നമ്മൾ ഇന്ന് നോക്കുന്നത് നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെബ് ടെക്നോളജിയാണ്. സോ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ പല ടൈപ്പ് ആപ്ലിക്കേഷൻസ്, അതായത് പലതരത്തിലുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ബാങ്കിങ് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നിലവിൽ നമ്മളിപ്പോൾ പലതരത്തിലുള്ള വെബ്സൈറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദെൻ എന്താണ് ഈ വെബ്സൈറ്റ് എന്നുള്ളതാണ്. A website is a collection of web pages. A web page may contain text, graphics, sound, animation, and movies. A website consisting of several web pages are designed to give information about an organization, product, service, etc. ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ്. അതിൽ വിവിധ തരത്തിലുള്ള ഡേറ്റാസ് ഉണ്ടായിരിക്കും. അതായത് അതിനകത്ത് ടെക്സ്റ്റ് ഉണ്ടാവും, ഗ്രാഫിക്സ് ഉണ്ടാവും, സൗണ്ട്, ആനിമേഷൻസ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരു വെബ് പേജിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ എന്താണ് വെബ് പേജ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ വെബ് പേജ് എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് പറഞ്ഞേക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അഥവാ HTML. അപ്പോൾ HTML ഈസ് ഓൾസോ നോൺ ആസ് ദ ലാംഗ്വേജ് ഓഫ് ഇൻ്റർനെറ്റ്. HTML ടെൽസ് ദ ബ്രൗസർ ഹൗ ടു ഡിസ്പ്ലേ ദ കണ്ടൻസ് ഓൺ എ ബ്രൗസർ വിൻഡോ. അപ്പോൾ ആ HTML ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെബ് പേജുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത്. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ്. അത് ഇൻ്റർനെറ്റിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നതെന്നുള്ളതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇൻ്റർനെറ്റിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് TCP/IP പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് നടക്കുന്നത്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇത് വെച്ചിട്ടാണ് ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നെറ്റ്വർക്കിൽ നടക്കുന്നത്. സോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റീകളക്ട് ചെയ്യാം. അതായത് TCP/IP പ്രോട്ടോക്കോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് റീകളക്ട് ചെയ്യാം. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി TCPയും IPയും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് the data to be sent is broken down into small data packets along with the address of the recipient computer by the TCP protocol. അതായത് ഇപ്പോൾ നമുക്ക് ഫിഗർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഡേറ്റ അയക്കണം എന്നുണ്ടെങ്കിൽ ഈ TCP പ്രോട്ടോക്കോൾ വെച്ചിട്ട് ആ ഡേറ്റയെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി മാറ്റും. ഈ ഓരോ പാക്കറ്റിലും ഇതിൻ്റെ ഏത് ഡെസ്റ്റിനേഷനാണോ ആ IP അഡ്രസ്സ് ഓരോ പാക്കറ്റിലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എറർ കറക്റ്റിങ്ങിനുള്ള കാര്യങ്ങൾ, പാക്കറ്റ് നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ പാക്കറ്റിലും ഉണ്ടായിരിക്കും. ദെൻ ഈ പാക്കറ്റുകൾ റിസീവറിൽ എത്തിക്കഴിയുമ്പോൾ, അതായത് സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് പാക്കറ്റുകൾ എത്തിക്കഴിയുമ്പോൾ ഈ സെയിം TCP പ്രോട്ടോക്കോൾ തന്നെ ഡാറ്റ പാക്കറ്റുകളെ തിരിച്ച് അതിനകത്തുനിന്ന് ഒറിജിനൽ ഡാറ്റയാക്കി മാറ്റിയെടുക്കും. ദെൻ IP, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാക്കറ്റുകൾ നമ്മൾ പല റൂട്ടർ വഴി ട്രാവൽ ചെയ്തിട്ടായിരിക്കും നമ്മുടെ റിസീവറിൽ എത്തുന്നത്. അപ്പോൾ ഈ ഓരോ റൂട്ടറിൽ വെച്ചിട്ടും ഈ പാക്കറ്റുകളെ കൃത്യമായിട്ട് ഫോർവേഡ് ചെയ്യണം ഇതിൻ്റെ സെൻറ്ററിലേക്ക്, റിസീവറിലേക്ക്. സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് കൃത്യമായിട്ട് ഫോർവേഡ് ചെയ്ത് പോകണം ഓരോ പാക്കറ്റുകൾ. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് വേണ്ട റൂട്ടറുകളിലൂടെയൊക്കെ പാസ് ചെയ്യിച്ച് റിസീവറിൽ എത്തിക്കുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ ആ റൂട്ടറുകളിലൊക്കെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ റൂട്ടേഴ്സ് വഴി നമ്മുടെ റിസീവറിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ TCP/IP പ്രോട്ടോക്കോൾ. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഐഡിയ. ഇത് വെച്ചിട്ടാണ് നമ്മൾ നെറ്റിൽ ബാക്കി എല്ലാ കാര്യങ്ങളും, എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും, അതായത് നമ്മളിപ്പോൾ എന്ത് ടൈപ്പ് ഡാറ്റയാണ് അയക്കുന്നതെങ്കിലും അതെല്ലാം പോകുന്നത് ഈ ഒരു ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ വെബ്സൈറ്റ്സ് ആർ ആക്സസ്ഡ് യൂസിങ് HTTP പ്രോട്ടോക്കോൾ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതുപോലെ തന്നെ ഇമെയിൽ എന്ന് പറയുന്നത് SMTP പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ പ്രോട്ടോക്കോളുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഓൺ ടോപ്പ് ഓഫ് ലോവർ ലെവൽ പ്രോട്ടോക്കോൾ കോൾഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അതായത് എന്ത് ഇതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ബേസിക് ഏറ്റവും ലോവർ ലെവൽ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. അതായത് വരുന്ന പാക്കറ്റുകളെ അതിനകത്തുള്ള ഡേറ്റ എന്താണെന്നോ ഒന്നും നോക്കാതെ കൃത്യമായിട്ട് റിസീവറിലേക്ക് ഫോർവേഡ് ചെയ്യിക്കുക ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് വഴി. ആ കാര്യം അതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക്. ഈ പ്രോട്ടോക്കോളിൻ്റെ മുകളിലാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
Internet protocol provides the basics of communication over internet. The use of a single protocol, internet protocol, for all communication over the internet has several advantages. അതായത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഈ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിന് പലതരത്തിലുള്ള അഡ്വാൻറ്റേജുകളുണ്ട്. അതെന്ന് പറയുന്നത് ദ റൂട്ടേഴ്സ് നീഡ് നോട്ട് ബി പ്രോഗ്രാംഡ് സെപ്പറേറ്റ്ലി ടു ഹാൻഡിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ. അതായത് ഇപ്പോൾ നമുക്ക് ഇമേജ് അല്ലെങ്കിൽ വീഡിയോ പലതരത്തിലുള്ള ഡാറ്റ ഉണ്ട്. ഈ ഓരോ ഡാറ്റ അയക്കാനും നമ്മൾ ഈ റൂട്ടറിനെ വേറെ വേറെ രീതിയിൽ പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് റൂട്ടർ ഇതെല്ലാം ജസ്റ്റ് ഡാറ്റ വരുന്നു, അതിനെ ഫോർവേഡ് ചെയ്യുന്നു, ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള കാര്യം എന്താണെന്നോ ഏത് ടൈപ്പ് ഡാറ്റ ആണെന്നോ അതൊന്നും ഒരു പ്രശ്നമല്ല. They do not need to know about the data they are transporting, and are concerned only about the address to which the packet is to be delivered. ജസ്റ്റ് പാക്കറ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് അവിടെ നോക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അവിടെ വേറെ റൂട്ടറിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്പൺനെസ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് പലതരത്തിലുള്ള പുതിയ പുതിയ പ്രോട്ടോകോൾസ് ഉണ്ടാക്കാനും പറ്റും. അതുവഴി പല ടൈപ്പ് ഡാറ്റകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് അയക്കാനും പറ്റും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നമുക്ക് ഏറ്റവും സെക്യൂരിറ്റി ഇഷ്യൂസും എല്ലാ കാര്യങ്ങളും നമുക്ക് TCP/IP പ്രോട്ടോകോൾ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് ക്ലയൻറ്റ് വെബ് സെർവർ ആൻഡ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. അതായത് വെബിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കോമൺലി അല്ലെങ്കിൽ ജനറലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ക്ലയൻറ്റ് വെബ് സെർവറും അതുപോലെ തന്നെ വെബ് സെർവർ ടു വെബ് സെർവറും. പിന്നെ ഇവിടെ സെക്യൂരിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. അതായത് ഓതൻറ്റിക്കേഷൻ ആൻഡ് സെക്യൂരിറ്റി ആർ എസെൻഷ്യൽ ഫോർ കമ്മ്യൂണിക്കേഷൻ ഓവർ ദ ഇൻ്റർനെറ്റ്. ഓതൻറ്റിക്കേഷൻ ഓൺ ദ വെബ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് വെദർ എ കമ്പ്യൂട്ടർ ഓർ സെർവർ ഈസ് ദ കമ്പ്യൂട്ടർ ദാറ്റ് ഇറ്റ് ക്ലെയിംസ് ടു ബി. അതായത് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒരാൾ വേറെ ആൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് ഇന്ന ആളാണ് അയച്ചതെന്ന് നമുക്കൊരു ഉറപ്പ് വരുത്തണം. അതായത് ഒരു ഒറിജിനൽ ആൾ തന്നെയാണ് അയച്ചേക്കുന്നത്, അല്ലെങ്കിൽ വേറൊരാളായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് അയച്ചതല്ല എന്നുള്ള കാര്യം നമുക്കവിടെ ഉറപ്പ് വരുത്തണം. ദെൻ സെക്യൂരിറ്റി ഷുഡ് ബി പ്രൊവൈഡഡ് ടു കമ്മ്യൂണിക്കേഷൻ ഓവർ ഇൻ്റർനെറ്റ് സോ ദാറ്റ് ദ മെസ്സേജസ് ആർ നോട്ട് ഇൻ്റർസെപ്റ്റഡ് ആൻഡ് മോഡിഫൈഡ് ബൈ ഹാക്കേഴ്സ്. അതിപ്പോൾ രണ്ട് പേര് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ അതിനിടയ്ക്കുള്ള ഡാറ്റ ഒരു തേർഡ് പാർട്ടിക്ക് കിട്ടാൻ പാടില്ല. ഒരു തേർഡ് പാർട്ടിക്ക് അത് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. അങ്ങനെ പല രീതിയിലത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ഇൻ്റർനെറ്റിലുള്ള കമ്മ്യൂണിക്കേഷൻസിനെല്ലാം ഓതൻറ്റിക്കേഷനും സെക്യൂരിറ്റിയും ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈപ്പ് നമുക്കൊന്ന് നോക്കാം, ക്ലയൻറ്റ് വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. അതായത് സാധാരണ നോർമൽ ക്ലയൻറ്റ് വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഡസ് നോട്ട് റിക്വയർ ഓതൻറ്റിക്കേഷൻ. അതായത് ഇപ്പോൾ ജസ്റ്റ് വലിയ സാധാരണ ഒരു വെബ്സൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒരു പ്രശ്നമല്ല. വളരെ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റയോ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റയൊന്നും ഷെയർ ചെയ്യാത്ത വെബ്സൈറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ്റെ ഒന്നും വലിയ ആവശ്യം വരാറില്ല. പക്ഷേ അതേസമയം ബാങ്കിങ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ സെൻറ്ററിലേക്ക് അയക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമുക്കിതൊരിക്കലും പ്ലെയിൻ ടെക്സ്റ്റായിട്ട് അയക്കാൻ സാധിക്കില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇൻഫർമേഷൻ ക്യാൻ നോട്ട് ബി സെൻഡ് ടു ദി സെർവർ ഇൻ പ്ലെയിൻ ടെക്സ്റ്റ് ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ്. അത് ഈ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് 12345 എന്നാണെങ്കിൽ അതങ്ങനെ തന്നെ സെർവറിലേക്ക് അയക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലൈൻ വഴി. അപ്പോൾ ഇടയ്ക്കൊരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അയാൾക്ക് ഡയറക്റ്റായിട്ട് അത് കിട്ടുന്നു. നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസർ നെയിം പാസ്വേഡുകളൊന്നും ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴി ഷെയർ ചെയ്യരുത്. അത് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ ഇൻ സച്ച് കേസസ് വി യൂസ് HTTPS, അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. ഈ ഒരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എൻക്രിപ്റ്റ് യൂസർ നെയിം പാസ്വേഡ് ആൻഡ് ദെൻ സെൻഡ് ഇറ്റ് ടു ദ സെർവർ. അതായത് ഒരു ക്ലയൻറ്റും സെർവറും തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യും. അതായത് ഒറിജിനൽ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് മറ്റൊരു ഡാറ്റ ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് സെർവറിലേക്ക്. അപ്പോൾ ഇടയ്ക്കൊരു തേർഡ് പാർട്ടി വന്നാലും അയാൾക്ക് ഇത് എന്താണെന്നുള്ളത് കിട്ടില്ല. HTTPS works using Secure Socket Layer SSL, which provides a standard security technology for establishing an encrypted connection between computers on internet.
ഈ സെക്യൂരിറ്റി HTTPS ഉപയോഗിക്കുന്നത് SSL എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ്. ഈ SSL ഒരു സെർവറിൻ്റെയും ക്ലയൻറ്റിൻ്റെയും ഇടയ്ക്ക് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻസിനെയൊക്കെ എൻക്രിപ്റ്റ് ചെയ്ത് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. ഒരു തേർഡ് പാർട്ടിക്ക് അത് കിട്ടിയാൽ പോലും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. SSL provides security capabilities to HTTP. The SSL protocol not only ensures privacy but also ensures that no other website can impersonate the user's login account nor alter the information sent. അപ്പോൾ വേറൊരാളായിട്ട് ക്ലെയിം ചെയ്യാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവിടെ സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് പ്രൈവസിയും ലഭിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ വർക്കിംഗ് ആണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു SSL ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഈ പറയുന്നൊരു സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. അത് ഫിഗർ വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് അതിൻ്റെ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്ലയൻറ്റ്, അതായത് നമ്മുടെ ബ്രൗസർ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ സെർവറാണ്. ഇപ്പോൾ ഇവിടെ ക്ലയൻറ്റ് ഒരു സെക്യൂർ SSL സെഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കണം. ആദ്യം തന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ Gmail കയറുകയാണ്. അപ്പോൾ ക്ലയൻറ്റ് ബ്രൗസറിൽ നിന്ന് നമ്മൾ ആദ്യം തന്നെ gmail.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിയുമ്പോൾ ഈ ബ്രൗസറിൽ നിന്ന് ഫസ്റ്റ് വൺ ബ്രൗസർ റിക്വസ്റ്റ് സ്റ്റാർട്ട് എ സെക്യൂർ SSL സെഷൻ, ആ റിക്വസ്റ്റ് നേരെ സെർവറിലേക്ക് പോകുന്നു. ദെൻ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെർവർ റിട്ടേൺസ് ഇറ്റ്സ് SSL സർട്ടിഫിക്കറ്റ്. സെർവർ ഇവിടുന്ന് തിരിച്ചൊരു SSL സർട്ടിഫിക്കറ്റ് നമ്മുടെ ക്ലയൻറ്റ് ബ്രൗസറിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഈ SSL സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു എക്സാമ്പിളാണ് ജസ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ SSL സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ളതാണ്. അതായത് ഒരു തേർഡ് പാർട്ടി, ഇപ്പോൾ നമ്മൾ ക്ലയൻറ്റും സെർവറും അല്ലാതെ മറ്റൊരു തേർഡ് പാർട്ടി സൈൻ ചെയ്തേക്കുന്ന, ഡിജിറ്റലി സൈൻ ചെയ്തേക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഈ SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സെർവർ ഒറിജിനൽ ആണ് എന്ന് കാണിക്കാനായിട്ട് ഡിജിറ്റലി സൈൻ ചെയ്തേക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് SSL സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് SBIയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ Gmailൻ്റെ സൈറ്റാന്ന് പറഞ്ഞിട്ട് വേറൊരു സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് തിരിച്ചിങ്ങോട്ട് റിപ്ലൈ വരാം, നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിലേക്ക് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ അത്തരത്തിൽ ഒരു രീതിയിൽ നമ്മുടെ സൈറ്റിനെ ഇംപേഴ്സണേറ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ, അതായത് കറക്റ്റ് സെർവറിൽ നിന്നാണ് നമുക്ക് തിരിച്ച് ഡാറ്റ വരുന്നത് എന്ന് കാണിക്കാനായിട്ടാണ് ഈ ഒരു SSL സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ SSL സർട്ടിഫിക്കറ്റ് ഡിജിറ്റലി വേറൊരു തേർഡ് പാർട്ടി സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ SSL സർട്ടിഫിക്കറ്റിനകത്ത് ഇത് ഒറിജിനൽ സെർവറാണ്, അതുപോലെ തന്നെ എങ്ങനെ വേണം ഡാറ്റയെ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ SSL സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ SBIയുടെ ഒരു SSL സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് വെരിഫൈഡ് ബൈ വെരിസൈൻ ഇൻകോർപ്പറേറ്റ്, അതായത് ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഈ കമ്പനിയാണ് ഈ SBIയുടെ ഈ ഒരു SSL സർട്ടിഫിക്കറ്റിനെ വെരിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒറിജിനൽ SBIയുടെ സെർവറിൽ നിന്ന് വരുന്നതാണ് എന്ന് ഒരു തേർഡ് പാർട്ടി സാക്ഷ്യപ്പെടുത്തിയേക്കുകയാണ്. മാത്രമല്ല ഇതിനകത്ത് എങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യണം, എങ്ങനെ ഡീക്രിപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇതിലുണ്ടായിരിക്കും. അപ്പോൾ ഈ SSL സർട്ടിഫിക്കറ്റ് ക്ലയൻറ്റിൽ എത്തി കഴിയുമ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രൗസർ ചെക്സ് ദാറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡ് സൈൻഡ് ബൈ സംവൺ യൂസർ ട്രസ്റ്റ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടിക്കഴിയുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത ആ ഒരു കമ്പനിയായിട്ട് ഈ ബ്രൗസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകളെ വെരിഫൈ ചെയ്യാനായിട്ട് ഓൾറെഡി കുറച്ച് കമ്പനീസിനെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് യൂസേഴ്സിനൊക്കെ വിശ്വാസമുള്ള ഒരു കമ്പനി, അതുപോലെ തന്നെ സെർവറിനും വിശ്വാസമുള്ള ഒരു കമ്പനി, അവർ ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഈ പറയുന്ന വെരിസൈൻ. അപ്പോൾ അവരുമായിട്ട് ബ്രൗസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ അവിടെ ഒരു ഡാറ്റ സെക്യൂരിറ്റി ഇഷ്യൂസും വരാത്ത രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ അയച്ചു തരുന്ന SSL സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണ് എന്ന് ബ്രൗസറിന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ദെൻ ഇഫ് വാലിഡ് ബ്രൗസർ ഇനിഷ്യേറ്റ്സ് ആൻഡ് എൻക്രിപ്റ്റഡ് സെക്ഷൻ. അപ്പോൾ പിന്നെ അങ്ങോട്ട് ബ്രൗസറിലും നിന്ന് സെർവറിലേക്ക് അയക്കുന്ന ഡാറ്റയും അതുപോലെ തന്നെ സെർവറിൽ നിന്ന് തിരിച്ചു വരുന്ന ഡാറ്റയും എല്ലാ ഡാറ്റകളും എൻക്രിപ്റ്റഡ് ആയിരിക്കും. ഈ SSL സർട്ടിഫിക്കറ്റ് വഴി എൻക്രിപ്റ്റ് ചെയ്തായിരിക്കും അയക്കുന്നത്.
അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്ലയൻറ്റ് വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ജസ്റ്റ് ഇവിടെ ഈ ഒരു പാരഗ്രാഫായിട്ടും പറഞ്ഞേക്കുന്നത്. When the browser requests for a secure web page, the server first returns its SSL certificate. The browser then verifies whether this certificate is valid by checking it with the corresponding certification authority. A certification authority certifies whether an SSL certificate given to it is a valid one. This is an assurance that the particular website is of the organization it claims to be. Then നമ്മൾ നേരത്തെ പറഞ്ഞ VeriSign Incorporate ഈസ് എ സർട്ടിഫിക്കേഷൻ അതോറിറ്റി. അപ്പോൾ ആദ്യമേ തന്നെ ബ്രൗസർ നമ്മുടെ സെർവറിലേക്ക് റിക്വസ്റ്റ് അയക്കുന്നു, ഒരു സെക്യൂർ സെഷൻ വേണമെന്ന് പറഞ്ഞിട്ട് സെർവർ അതിൻ്റെ SSL സർട്ടിഫിക്കറ്റൊക്കെ നേരത്തെ ഒരു കമ്പനി വെരിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഒരു അതോറിറ്റി, ഒരു സർട്ടിഫിക്കേഷൻ അതോറിറ്റി, അത് തിരിച്ചയച്ചു കൊടുക്കുന്നു. ദെൻ ബ്രൗസർ ഇത് ആ സർട്ടിഫിക്കേഷൻ അതോറിറ്റി ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്നു SSL സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എല്ലാം എൻക്രിപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സിമ്പിളാണ്. ഈ ഒരു കാര്യമാണ് ക്ലയൻറ്റ് വെബ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ഡാറ്റയും കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. അതായത് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സാധാരണ ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല ഉണ്ടാകുന്നത്, പലതരത്തിലുള്ള വെബ് സെർവറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അവിടെ നമ്മുടെ മെർച്ചൻറ്റിൻ്റെ വെബ് സെർവർ ഉണ്ടാവും, അവിടുന്ന് നമ്മുടെ ബാങ്കിൻ്റെ വെബ് സെർവറിലേക്ക് പോകുന്നു. അങ്ങനെ പലതരത്തിലുള്ള വെബ് സെർവർ തമ്മിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും എല്ലാ കമ്മ്യൂണിക്കേഷനുകളും അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അപ്പോൾ ഈ എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ യൂസർ ഉണ്ട്. യൂസർ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാണ്. നമ്മളൊരു ഫ്ലിപ്കാർട്ടാണ് എക്സാമ്പിൾ എടുക്കുന്നതെങ്കിൽ യൂസർ ഫ്ലിപ്കാർട്ടിൽ ലോഗിൻ ചെയ്തിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. നമ്മൾ ഓർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മുടെ മെർച്ചൻറ്റിൻ്റെ വെബ് സെർവറിലേക്കായിരിക്കും പോകുന്നത്. അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റിൽ പോകുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്കാണ്. അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്ത ആൾക്കാർക്കറിയാം, ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ നമ്മളോട് തിരഞ്ഞെടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ അത് തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ സെർവറിലേക്കായിരിക്കും പിന്നെ പോകുന്നത്, ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്കായിരിക്കും പിന്നെ പോകുന്നത്. അപ്പോൾ ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പേയ്മെൻറ്റ് ഗേറ്റ് വേ ഈസ് എ സെർവർ ദാറ്റ് ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ merchant server and bank server and transfers money in an encrypted format whenever an online payment or money transfer is made. ഇത്തരത്തിൽ ഉള്ള ഒരു സെർവറാണ്. അതായത് മെർച്ചൻറ്റ് സെർവറിൻ്റെയും ബാങ്ക് സെർവറിൻ്റെ ഇടയ്ക്ക് വളരെ സേഫ്ലി നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെബ് സെർവറാണ് ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ നിന്ന് നേരെ റിക്വസ്റ്റ് നമ്മുടെ ബാങ്കിൻ്റെ വെബ് സെർവറിലേക്ക് വരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടൊക്കെയാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ആ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ബാങ്ക് സെർവറിൽ വരുന്നു. ദെൻ അവിടെ വെച്ചിട്ട് നമ്മുടെ മെർച്ചൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ട് കണ്ടുപിടിച്ച് ആ അക്കൗണ്ടിലേക്ക് മണി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിവിടെ അകത്ത് കാണിച്ചിട്ടുണ്ട്, ഫണ്ട് ട്രാൻസ്ഫർ ടു മെർച്ചൻറ്റ്സ് അക്കൗണ്ട്. ദെൻ ഇത് കഴിയുമ്പോൾ നമുക്കൊരു റെസ്പോൺസ് വരും, അതായത് നമ്മൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പം ബാങ്കിൽ നിന്ന് ആദ്യം ആ റെസ്പോൺസ് പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് വരും. പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ നിന്ന് ആ റെസ്പോൺസ് തിരിച്ച് മെർച്ചൻറ്റിൻ്റെ വെബ് സെർവറിൽ വരും. അവിടുന്ന് സെർവർ റെസ്പോൺസ് ആയിട്ട് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി, ഓർഡർ പ്ലേസ് ആയി എന്നുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഒരു എക്സാമ്പിളാണ്. ഇതുവഴി നടക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷനുകളും വളരെ സെക്യൂർ ആയിട്ടായിരിക്കണം നടക്കേണ്ടത്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് വെബ് സെർവർ ടെക്നോളജീസ്. അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് എന്താണ് വെബ് സെർവർ എന്നുള്ളതാണ് ഫസ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആയി നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് വെബ് സെർവർ എന്നുള്ളത്.
The term web server is often used for referring to the server computer that hosts websites. നോർമലി നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ ഒരു സെർവർ കമ്പ്യൂട്ടറിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിനെ നമ്മൾ വെബ് സെർവർ എന്ന് വിളിക്കാറുണ്ട്. It is also used to refer a web server software that is installed in a server computer in order to make it as a web server. അപ്പോൾ ഈ വെബ് സെർവർ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ആ സെർവർ സിസ്റ്റത്തിലുള്ള ആ സോഫ്റ്റ്വെയറിനെ വെബ് സെർവർ സോഫ്റ്റ്വെയറിനെയും വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ സാധിക്കും. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനേഷനായിട്ടാണ് എ വെബ് സെർവർ enables us to deliver web pages or several services like email, blog, etc. to users on the internet. A web server consists of a server computer that runs a server operating system and a web server software installed on it for providing services like World Wide Web, email, etc. over the internet. അപ്പോൾ ഒരു വെബ് സെർവറിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർവർ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും. ആ സെർവർ കമ്പ്യൂട്ടറിൽ ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. നമ്മുടെ നോർമൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കില്ല, സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട സർവീസസ് ഒക്കെ തരാനായിട്ട് അതിനകത്ത് ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയറും കൂടെ ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിലാണ് അതൊരു വെബ് സെർവർ ആവുകയുള്ളൂ. ദെൻ എ വെബ് സെർവർ ഈസ് എ പവർഫുൾ കമ്പ്യൂട്ടർ വിച്ച് ഈസ് ഓൾവേസ് സ്വിച്ച്ഡ് ഓൺ ആൻഡ് കണക്റ്റഡ് ടു എ ഹൈ ബാൻഡ്വിഡ്ത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ. അപ്പോൾ ഇത് ശരിക്കും ഒരു കമ്പ്യൂട്ടർ, ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആയിരിക്കും. അതായത് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഇതിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഫാസ്റ്റ് ആക്സസ് റാം, ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്കുകൾ, എതർനെറ്റ് കാർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് ഹൈ ബാൻഡ് വിഡ്ത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കും, ഫുൾ ടൈം ഓൺ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പവർഫുൾ കമ്പ്യൂട്ടറാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. ദെൻ ഈ വെബ് സെർവറിൽ നമുക്ക് എപ്പോഴും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഫുൾ ടൈം പവർ സപ്ലൈ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് യൂഷ്വലി നമ്മളൊരു വെബ് സെർവർ വയ്ക്കുന്നത് ഒരു ഡാറ്റ സെൻറ്ററിലായിരിക്കും. അതായത് ഈ പറയുന്ന ഫുൾ ടൈം പവർ, അതുപോലെ തന്നെ ഹൈ സ്പീഡ് നെറ്റൊക്കെ നമുക്ക് എപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതിനായിട്ടൊരു പ്രത്യേക സ്ഥലം, അതിനെ നമ്മൾ ഡാറ്റ സെൻറ്റർ എന്ന് പറയും. അവിടെ നമുക്ക് ഫുൾ ടൈം പവർ സപ്ലൈ, അതുപോലെ തന്നെ ഹൈ സ്പീഡ് നെറ്റൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ഡാറ്റ സെൻറ്റർ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എ ഡാറ്റ സെൻറ്റർ ഈസ് എ ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷൻ വെയർ ഓർഗനൈസേഷൻസ് ഹൗസ് ദെയർ സെർവേഴ്സ് ആൻഡ് നെറ്റ്വർക്കിംഗ് സിസ്റ്റംസ്. അപ്പോൾ വലിയ വലിയ ഓർഗനൈസേഷൻസൊക്കെ ഡാറ്റ സെൻറ്ററിലായിരിക്കും നമ്മൾ ഫിസിക്കലി നമ്മുടെ വെബ് സെർവർ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഡാറ്റ സെൻറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിങ്, പ്രോസസ്സിംഗ് ആൻഡ് സെർവിങ് ലാർജ് എമൗണ്ട്സ് ഓഫ് മിഷൻ ക്രിട്ടിക്കൽ ഡാറ്റ ടു ദെയർ ക്ലയൻറ്റ്സ്. എ ഡാറ്റ സെൻറ്റർ റിക്വയർസ് എക്സ്റ്റെൻസീവ് ബാക്കപ്പ് പവർ സപ്ലൈ സിസ്റ്റംസ്, കൂളിംഗ് സിസ്റ്റംസ്, ഹൈ സ്പീഡ് നെറ്റ്വർക്കിംഗ് കണക്ഷൻസ് ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ്. അപ്പോൾ ചിലപ്പോൾ സാധാരണ കമ്പനികൾക്കൊക്കെ ഇത്തരത്തിൽ വളരെയധികം ബാക്കപ്പ് പവർ സപ്ലൈകളും, അതുപോലെ തന്നെ ഈ സിസ്റ്റമൊക്കെ ഫുൾ ടൈം റണ്ണിങ് ആയതുകൊണ്ട് കൂളിംഗ് സിസ്റ്റംസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള കമ്പനീസ് അല്ല ഓർഗനൈസേഷൻസൊക്കെ ഡാറ്റ സെൻറ്ററിലായിരിക്കും അവരുടെ വെബ് സെർവർ വയ്ക്കുന്നത്. കാരണം അവിടെ ഓൾറെഡി അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കും വെബ് സെർവർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഫിസിക്കലി. ദെൻ ഇത് ഫിഗറിൽ കാണുന്ന പോലെ സ്പെഷ്യൽ റാക്കുകളിലൊക്കെ ആയിരിക്കും മൗണ്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഈസി മെയിൻ്റെനൻസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്, ഈ ഫിഗറിൽ കാണുന്ന പോലെ. ദെൻ പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ വെബ് സെർവറിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല എന്ന് ഓൾറെഡി പറഞ്ഞു. അതിന് പ്രത്യേകമായിട്ടുള്ള സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിന് 1-2 എക്സാമ്പിളുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. റെഡ് ഹാറ്റ്, ഓപ്പൺ SUSE, ഡിബൈൻ, ഉബുണ്ടു. ദെൻ മൈക്രോസോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് സെർവർ, അതുപോലെ തന്നെ ഫ്രീ BSD, ഒറാക്കിൾ സോളാരിസ്. ഇതൊക്കെയാണ് സാധാരണ ഒരു വെബ് സെർവറായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സിസ്റ്റത്തിലുണ്ടാകുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് നോർമൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി അവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു സെർവർ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള, അതായത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം എടുത്തു, അതിനകത്ത് നമ്മൾ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു. ഇനി അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് കോൺഫിഗർ ചെയ്യണം അക്കോർഡിംഗ് ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
ഇപ്പോൾ ലിനക്സ് അല്ലെങ്കിൽ വിൻഡോസ് ആണെന്നുണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയർ, അതായത് ബാക്കിയുള്ള സർവീസുകൾ വേൾഡ് വൈഡ് വെബ്, ഇമെയിൽ അങ്ങനെയുള്ള സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന വെബ് പേജുകൾ കൃത്യമായിട്ട് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയർ വേണം. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കൃത്യമായിട്ട് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മളത് ആദ്യമേ തന്നെ ഓപ്പൺ ആക്കുമ്പോൾ കുറേ കോൺഫിഗർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ വെബ് സെർവർ സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്തിട്ട് കോൺഫിഗർ ചെയ്യണം. The web server software is a program that uses the client server model and HTTP protocol to ensure timely distribution of files stored in it to the users. അപ്പോൾ കൃത്യമായിട്ട് യൂസേഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്ന ഫയലുകൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് ഈ വെബ് സെർവർ സോഫ്റ്റ്വെയർ. അപ്പോൾ ആ യൂസർ റിക്വസ്റ്റിനനുസരിച്ച് കൃത്യമായിട്ട് വെബ് സെർവറിൽ നിന്ന് ആ ഫയൽ കണ്ടുപിടിച്ച് അത് യൂസറിലേക്ക് എത്തിക്കുന്നു. അപ്പം മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെബ് സെർവർ പാക്കേജുകൾ എന്ന് പറയുന്നത് അപ്പാച്ചെ സെർവർ ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ ഉണ്ട്, ഗൂഗിളിൻ്റെ വെബ് സെർവർ ഉണ്ട്, അതുപോലെ തന്നെ എൻജിനിക്സ്. ഇതൊക്കെയാണ് യൂഷ്വലി ഉപയോഗിക്കുന്ന വെബ് സെർവർ സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു സിസ്റ്റം നമുക്കൊരു വെബ് സെർവറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് ഹൈ പെർഫോമൻസ്, അതിൻ്റെ റാം, ഹാർഡ് ഡിസ്ക് കാര്യങ്ങളൊക്കെ വളരെ പവർഫുള്ളായിരിക്കണം, നല്ല ഹൈ സ്പീഡ് ബാൻഡ് വിഡ്ത്തുള്ള നെറ്റ് വേണം, ഫുൾ ടൈം പവർ സപ്ലൈ വേണം, കൂളിംഗ് സിസ്റ്റംസ് വേണം. പിന്നെ ആ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കണം. അതുകൂടാതെ അതിനകത്ത് ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയറും കൂടി വേണം. ആ വെബ് സെർവർ സോഫ്റ്റ്വെയർ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പാക്കേജ് ആയിരിക്കണം. അപ്പാച്ചെ സെർവർ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എൻജിനിക്സ്. ഇത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറുകൾ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്താലാണ് കൃത്യമായിട്ട് നമുക്ക് വേണ്ട സർവീസുകൾ അതിനകത്ത് നിന്ന് ലഭിക്കുകയുള്ളൂ. ആഫ്റ്റർ ദ ഇൻസ്റ്റാളേഷൻ ആൻഡ് കോൺഫിഗറേഷൻ, software packages like FTP, email, DNS, database, etc. can be added as well. The main features provided by the web server software are the provisions to create multiple websites, configure website security, etc. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കോൺഫിഗർ ചെയ്തിട്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളും അതിന് വേണ്ട സോഫ്റ്റ്വെയർ പാക്കേജുകളൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ തരത്തിലുള്ള വെബ് സെർവറുകൾ നമുക്ക് സാധാരണ ഇതുപോലെ പവർ സപ്ലൈ, ഹൈ സ്പീഡ് ബാൻഡ് വിഡ്ത്തുള്ള നെറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ യൂഷ്വലി ഡാറ്റാ സെൻറ്ററിലായിരിക്കും കീപ്പ് ചെയ്യുക. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ പോർട്സ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഹാർഡ്വെയർ പോർട്ടുകൾ പഠിച്ചായിരുന്നു, അതായത് +1 നമ്മൾ പഠിച്ചതാണ്. ഹാർഡ്വെയർ പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസുകളൊക്കെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫിസിക്കൽ പോർട്ടുകളാണ് നമ്മൾ അവിടെ പഠിച്ചത്. പക്ഷേ സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് പലതരത്തിലുള്ള സർവീസസ്, ഓൺലൈൻ സർവീസസ് അവൈലബിൾ ആണ്. HTTP, FTP, SMTP അങ്ങനെ പലതരത്തിലുള്ള സർവീസുകൾ ഒരു സെർവറിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഓരോ സർവീസുകളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ പോർട്ട് അവിടെ ഉപയോഗിക്കും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. A software port is used to connect a client computer to a server to access services like HTTP, FTP, SMTP, etc. അപ്പോൾ ഇത്തരത്തിലുള്ള സർവീസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ പോർട്ട് ഉപയോഗിക്കുന്നത്. To distinguish the ports, the software ports are given unique numbers. അപ്പോൾ ഈ ഓരോ സർവീസുകൾക്കും ഓരോ യുണീക്ക് ആയിട്ടുള്ള പോർട്ട് നമ്പർ ഉണ്ടായിരിക്കും. The purpose of software ports is to identify different services like email, file transfer, etc. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ പോർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് ആ ക്ലയൻറ്റിന് എന്താണ് വേണ്ടതെന്നുള്ളത് പെട്ടെന്ന് അറിയാൻ പറ്റും. ഈ പറയുന്ന സർവീസുകളെല്ലാം ഒരു സിംഗിൾ സെർവറിലായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് ഏത് സർവീസാണ് വേണ്ടതെന്നുള്ളത്. ഈച്ച് സർവീസ് അവൈലബിൾ ഓൺ ദ സെർവർ ക്യാൻ ബി സെറ്റ് ആൻഡ് ആക്സസ്ഡ് യൂസിങ് എ ഡിഫറെൻറ്റ് പോർട്ട് നമ്പർ. ഇപ്പോൾ നമുക്ക് ഇമെയിൽ വേണം, അതിനൊരു പോർട്ട് നമ്പർ ഉണ്ട്. അത് വെച്ച് ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇമെയിൽ സർവീസുകൾ ആ ക്ലയൻറ്റിലേക്ക്
ലഭിക്കും. അത്തരത്തിലുള്ള സർവീസുകളെ നമുക്ക് കിട്ടാനായിട്ടാണ് ഈ ഓരോ പോർട്ടുകളും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി പോർട്ട് നമ്പർ എന്ന് പറയുന്നത് ഒരു 16-bit നമ്പറാണ്, which when added to computer's IP address or URL can be used for communicating with a particular service available on that server. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ 80 എന്ന് പറയുന്നത് ഇത് HTTP പ്രോട്ടോക്കോളിനെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ആ സർവീസ് അവൈലബിൾ ആവുന്ന ഒരു പോർട്ട് നമ്പറാണ്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ദെൻ നമുക്ക് നിലവിൽ ഡിഫോൾട്ടായിട്ടുള്ള കുറച്ച് പോർട്ട് നമ്പറുകളും ആ പോർട്ട് നമ്പറുകളിൽ നിന്ന് കിട്ടുന്ന സർവീസുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട് വൺ വേർഡൊക്കെ ആയിട്ട്. ഇപ്പോൾ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ് നമുക്കൊരു സർവറിൽ നിന്ന് വേണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന പോർട്ട് നമ്പറുകളാണ് 20 and 21. ദെൻ DNS സർവീസ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് 53 എന്ന് പറഞ്ഞ പോർട്ട് നമ്പർ. ദെൻ HTTPSന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് 443 എന്ന് പറഞ്ഞ പോർട്ട് നമ്പർ. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരെണ്ണമാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് DNS സെർവേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി പ്ലസ് വണ്ണിൽ പഠിച്ചതാണ് ഡൊമൈൻ നെയിം സിസ്റ്റം അഥവാ DNS എന്ന് പറയുന്നത്. DNS സെർവർ runs a special purpose networking software that contains a database of domain names and their IP addresses. The domain name system runs on a DNS server and returns the IP address of a domain name requested by the client computer. അപ്പോൾ അതായത് നമുക്ക് ഇപ്പോൾ അറിയാം ഓരോ സെർവറിനും അതിൻ്റെ IP അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ സെർവറിനെ തിരിച്ചറിയുന്നത്. ഈ IP അഡ്രസ്സുകളൊക്കെ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അതിന് ഓരോന്നിനും ഓരോ ഡൊമൈൻ നെയിമൊക്കെ കൊടുക്കും നമുക്ക് ഓർക്കാൻ എളുപ്പത്തിന്. അപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മുടെ ബ്രൗസറിൽ അടിച്ചു കൊടുക്കുന്ന ഈ ഡൊമൈൻ നെയിം ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൊമൈൻ നെയിം അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ IP അഡ്രസ്സ് നമുക്ക് കിട്ടണം, എന്നാലാണ് ആ സെർവറിലേക്ക് നമുക്ക് കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡൊമൈൻ നെയിം കൊടുക്കുമ്പോൾ തിരിച്ചതിൻ്റെ IP അഡ്രസ്സ് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ DNS എന്ന് പറയുന്നത്. അപ്പോൾ ഈ DNSൽ DNS സെർവറുകൾ ഉണ്ടായിരിക്കും. മെയിനായിട്ട് 13 റൂട്ട് സെർവറുകളാണ് ഉള്ളത്. അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഒരുപാട് DNS സെർവറുകളുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ 13 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഇത് ഏറ്റവും ജനറിക് ആയിട്ടുള്ള ടോപ്പ് ലെവൽ ഡൊമൈൻസ്, അതുപോലെ തന്നെ കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള ഡൊമൈൻ നെയിംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ദെൻ ഇതിൻ്റെയൊക്കെ പല കോപ്പീസ്, several copies of the root servers are placed in different locations around the globe. ഈ ഇതിൻ്റെയൊക്കെ പല പല കോപ്പീസ് പല രാജ്യങ്ങളിൽ പല സ്ഥലത്തായിട്ടുണ്ടായിരിക്കും. ദെൻ ബാക്കി എല്ലാ സെർവറുകളും ഇതിൻ്റെ താഴെയായിരിക്കും വരുന്നത് ഹയറാർക്കിയിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു DNS സെർച്ച് നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതായത് നമ്മൾ ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ IP അഡ്രസ്സ് നമുക്ക് എങ്ങനെ തിരിച്ച് കിട്ടും, ഏതൊക്കെ രീതിയിലാണ് ഈ DNS വർക്ക് ചെയ്തതിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വെബ് സെർവറിൽ നമ്മളൊരു IP അഡ്രസ്സ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഇത് ആ വെബ് സെർവറിൻ്റെ തന്നെ ഒരു ക്യാഷെ ഉണ്ടായിരിക്കും. ആ ക്യാഷയിൽ നമ്മൾ ഇപ്പോൾ നിലവിൽ റീസെൻ്റ്ലി വിസിറ്റ് ചെയ്ത വെബ്സൈറ്റുകളുടെയൊക്കെ അഡ്രസ്സ് IP അഡ്രസ്സ് ഇതിൽ ഈ ക്യാഷയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് വെബ് ബ്രൗസറിന് തന്നെ ക്യാഷെ ആയിരിക്കും. ദെൻ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ബ്രൗസർ അത് ഉപയോഗിച്ച് ആ സെർവറിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി വെബ് ബ്രൗസറിൻ്റെ ക്യാഷയിൽ നിന്ന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ലോക്കൽ ക്യാഷ് ഉണ്ടായിരിക്കും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബ്രൗസറിൻ്റെ ക്യാഷിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോക്കൽ ക്യാഷിൽ നമ്മൾ ചെക്ക് ചെയ്യും ആ ഒരു IP അഡ്രസ്സ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ദെൻ അവിടെ നിന്ന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മൾ നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, നമ്മുടെ ലോക്കൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ആരാണോ നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് ഒരു DNS സെർവർ ഉണ്ടായിരിക്കും, അതിൽ നമ്മൾ ചെക്ക് ചെയ്യും. ഇനി നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ DNS സെർവറിലും ഈ IP അഡ്രസ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു റിക്കഴ്സീവ് DNS സെർച്ചിന് റിക്വസ്റ്റ് കൊടുക്കുന്നു. അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ DNS സെർവർ ബാക്കിയുള്ള ഹയറാർക്കിയിലുള്ള എല്ലാ DNS സെർവറുകളുമായിട്ടും ബന്ധപ്പെട്ട് ഇതിൻ്റെ IP അഡ്രസ്സ് സെർച്ച് ചെയ്യുന്നു. അതിൻ്റെയൊക്കെ ഡാറ്റാബേസിൽ
ഈ കറസ്പോണ്ടിങ് ഡൊമെയിൻ നെയിമിൻ്റെ IP അഡ്രസ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സെർച്ച് ചെയ്യുന്നു. അങ്ങനെ ആ റിക്കഴ്സീവ് സെർച്ച് നടത്തിയിട്ട് ആ IP അഡ്രസ്സ് തിരിച്ച് നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൽ വരും. എന്നിട്ട് അവിടുന്ന് നമുക്കത് അയച്ചു തരും. അപ്പോൾ ഇത്തരത്തിൽ അത് നമുക്ക് ബ്രൗസറിലേക്ക് കിട്ടുകയും ആ IP അഡ്രസ്സിലേക്ക് നമ്മുടെ ബ്രൗസർ ഒരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ DNS സെർച്ചിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അല്ലാതെ ഇവിടെ സ്റ്റെപ്പായിട്ടും അത് എഴുതിയിട്ടുണ്ട്. 6 സ്റ്റെപ്പായിട്ട് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി എന്ന് പറയാം. ആദ്യം നമ്മളിപ്പോൾ ഇവിടെ എക്സാമ്പിൾ വെച്ച് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ keralapolice.org ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ വെബ് സെർവറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മളിത് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ബ്രൗസറിൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ബ്രൗസറിൻ്റെ ക്യാഷെ, അപ്പോൾ നമ്മൾ ക്രോമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്രോമിൻ്റെ ലോക്കൽ ക്യാഷയിൽ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി വിസിറ്റ് ചെയ്ത സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി IP അഡ്രസ്സ് ആ ക്യാഷെ മെമ്മറിയിൽ ഉണ്ടായിരിക്കും, വെബ് ബ്രൗസറിൻ്റെ ക്യാഷെ മെമ്മറിയിൽ. അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ലോക്കൽ ക്യാഷെ ഉണ്ടായിരിക്കും, അതിനകത്ത് ചെക്ക് ചെയ്യുന്നു. ഇനി അതിനകത്തും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ DNS സെർവറിൽ സെർച്ച് ചെയ്യുന്നു. അവിടെ നിന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിക്കഴ്സീവ് DNS സെർച്ചിനുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ IP അഡ്രസ്സ് കിട്ടുന്നത് വരെ ഇത് ബാക്കിയുള്ള സെർവറുകളും ബാക്കിയുള്ള DNS സെർവറുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്നു. ദെൻ കിട്ടിക്കഴിഞ്ഞാൽ ആ IP അഡ്രസ്സ് തിരിച്ച് നമ്മുടെ ബ്രൗസറിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് keralapolice.orgയുടെ IP അഡ്രസ്സ് കിട്ടി. അതിനുശേഷം ബ്രൗസർ ഈ IP അഡ്രസ്സ് ഉപയോഗിച്ച് ആ വെബ്സൈറ്റിലേക്കുള്ള കണക്ഷൻ റിക്വസ്റ്റ് അയക്കുന്നു അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. ഇനി അഥവാ IP അഡ്രസ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സെർവർ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞൊരു എറർ ആയിരിക്കും നമുക്ക് വരുന്നത്. ഇനി ഇപ്പോൾ ഒരു വലിയ ലാർജ് ഓർഗനൈസേഷനൊക്കെയാണ്, വലിയ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു DNS സെർവർ ഉണ്ടാവും. അതായത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലുള്ള പല പല സിസ്റ്റംസിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് തന്നെ ഒരു ലോക്കൽ DNS സെർവർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ലോക്കൽ DNS സെർവറിൻ്റെ അകത്ത് അവിടെയുള്ള എല്ലാ ഡൊമൈൻ നെയിംസിൻ്റെയും അതിൻ്റെ IP അഡ്രസ്സിൻ്റെയും ലിസ്റ്റ് കറക്റ്റായിട്ടുണ്ടായിരിക്കും. ഈ ലിസ്റ്റ് പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പുതിയ പുതിയ ഡൊമൈൻ നെയിംസ് വരുന്നതനുസരിച്ച്. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വെബ് ഡിസൈനിങ് ആണ്. അതായത് നിലവിൽ നമ്മൾ എങ്ങനെ വെബ് സെർവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ നോക്കി. ഇനി എങ്ങനെ നമുക്ക് നല്ല വെബ് പേജസ് ഒക്കെ ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് പലതരത്തിലുള്ള ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ 1-2 എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബ്ലൂഫിഷ്, അതുപോലെ തന്നെ ബൂട്ട് സ്ട്രാപ്പ്, അഡോബ് ഡ്രീം വ്യൂവർ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സ്പ്രഷൻ വെബ്, അങ്ങനെ പലതരത്തിലുള്ള വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ 1-2 എക്സാമ്പിളുകളാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ബ്ലൂഫിഷ്, ഡ്രീം വീവർ അങ്ങനെയുള്ള 2 സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിളാണ് ജസ്റ്റ് ഇവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് വെബ് പേജസ് നമുക്ക് അവൈലബിൾ ആണ്, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. അതായത് ഇപ്പോൾ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾ, ഓർഗനൈസേഷൻസ്, സ്കൂൾസ് ഓഫ് വെബ്സൈറ്റുകൾ, അങ്ങനെയുള്ള ചില വെബ്സൈറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ആ വെബ്സൈറ്റ് എപ്പോൾ എടുത്ത് നോക്കിയാലും അതിനകത്തുള്ള കണ്ടൻറ്റ് സെയിം ആയിരിക്കും. അതായത് വേറെ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ള രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലെ കണ്ടൻറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളെയാണ് നമ്മൾ സ്റ്റാറ്റിക് വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതല്ലാത്ത ടൈപ്പാണ് ഡൈനാമിക്. അതായത് ഓരോ തവണ നമ്മൾ എടുക്കുമ്പോഴും അവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് അതിൻ്റെ റിസൾട്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ SSLCയുടെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയുടെ മാർക്ക് അറിയാനുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ കയറിയിട്ട് ഓരോ തവണ കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ വ്യത്യാസം അനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ട് അവിടെ വ്യത്യാസമുണ്ട്. ഒരാളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്താൽ അയാളുടെ മാർക്കായിരിക്കും കിട്ടുന്നത്, വേറൊരാളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്താൽ അയാളുടെ മാർക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ തവണയും അതിനകത്തുള്ള കണ്ടൻറ്റ് മാറി മാറി വരും. ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളെയാണ് നമ്മൾ ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയുന്നത്. ദെൻ ഈ സ്റ്റാറ്റിക് വെബ് പേജുകളുടെ കണ്ടൻറ്റ് നമ്മൾ മാനുവലി അതിൻ്റെ കോഡിൽ ചേഞ്ച് ചെയ്യാതെ ഒരിക്കലും ഇതിന് വ്യത്യാസം വരുന്നില്ല. അതാണ് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
കോഡ് മാനുവലി ചേഞ്ച് ചെയ്താൽ മാത്രമായിരിക്കും പിന്നെ അതിലെന്തെങ്കിലും വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സമയത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ അനിമേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ചേർത്താണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഭാഗത്തിൻ്റെ കളർ വ്യത്യാസം വരിക, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മൗസ് ഒരു വെബ് പേജിൽ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ അവിടെ ഒരു പ്രത്യേക രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജായിട്ടാണ് കൂട്ടുന്നത്. കാരണം അവിടെ വേറെ ഇൻപുട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ജസ്റ്റ് അവിടെ കോഡ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിവിടെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാറ്റിക് വെബ് പേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറാണ്, അതുപോലെ തന്നെ നമ്മുടെ വെബ് സെർവറും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ് പേജിന് റിക്വസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെബ് സെർവറിലേക്ക് പോയി വെബ് സെർവറിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത പേജ് നമുക്ക് തിരിച്ച് റെസ്പോൺസ് ആയിട്ട് കിട്ടി. അത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു. അത്രയായിരിക്കും സ്റ്റാറ്റിക്കിലുണ്ടാവുള്ളൂ. അതേസമയം ഡൈനാമിക് ആണെന്നുണ്ടെങ്കിൽ ഇത് 2 സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് നമ്മൾ ക്ലയൻറ്റിൽ നിന്ന് റിക്വസ്റ്റ് കൊടുത്ത് വെബ് സെർവറിലേക്ക് പോയി ഈ വെബ് സെർവറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ സെർവറുമായിട്ട് കണക്ട് ചെയ്യും, അവിടുന്ന് ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യും, എന്നിട്ട് ആ റെസ്പോൺസ് തിരിച്ച് വെബ് സെർവറിൽ വരും, അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡൈനാമിക് വെബ് പേജുകളിൽ ഒരു ആപ്ലിക്കേഷൻ സെർവറും അതിൻ്റെ ഡാറ്റാബേസും കൂടി ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു SSLC മാർക്ക് ലിസ്റ്റ് അറിയണം, നമ്മൾ രജിസ്റ്റർ നമ്പർ അടിച്ചിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ വെബ് സെർവറിൽ വരും. വെബ് സെർവറിൽ നിന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻ സെർവറിലേക്ക് പോയിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഡാറ്റാബേസിൽ ചെക്ക് ചെയ്യുന്നു, നമ്മുടെ മാർക്ക് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ തിരിച്ച് നമുക്ക് അയച്ചു തരുന്നു. അത്തരത്തിൽ ആണ് ഡൈനാമിക് വെബ് പേജിൻ്റെ റിക്വസ്റ്റുകൾ നടക്കുന്നത്. The web page that contains server-side code which creates a web page each time it is accessed are called dynamic web pages. Program code that runs on the server side is called server-side code. അതായത് നമ്മളെ സെർവറിൽ റൺ ചെയ്യുന്ന കോഡ്, അതിനെ ജസ്റ്റ് നമ്മൾ സെർവർ സൈഡ് കോഡ് എന്ന് പറയുന്നു. ഡൈനാമിക് വെബ് പേജസ് ആർ എക്സിക്യൂട്ടഡ് യൂസിങ് എ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ദാറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഓൺ ദ വെബ് സെർവർ. ആ വെബ് സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം വെച്ചിട്ടായിരിക്കും അവിടെ എക്സിക്യൂട്ട് ആകുന്നത്. ദ സ്ക്രിപ്റ്റ് ഇൻ ദ വെബ് പേജ് ഈസ് എക്സിക്യൂട്ടഡ് ഓൺ ദ വെബ് സെർവർ ആൻഡ് ദ റിസൾട്ടിങ് HTML പേജ് ഈസ് സെൻഡ് ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിസൾട്ടായിട്ടുള്ള ആ സംഭവമായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൈനാമിക് വെബ് പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ PHP, ASP, JSP അങ്ങനെയുള്ള ടെക്നോളജീസൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. സാധാരണ HTML മാത്രമല്ല, അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള ടെക്നോളജീസും കൂടെ PHP, ASP, JSP അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഡൈനാമിക് വെബ് പേജുകൾ കിട്ടുന്നത്. ദെൻ അതിൻ്റെ ഒരു കമ്പാരിസൺ ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റിക് വെബ് പേജ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റ് ലേഔട്ടൊക്കെ എപ്പോഴും സെയിം ആയിരിക്കും. ദെൻ അവിടെ ഡാറ്റാബേസ് ഉണ്ടായിരിക്കില്ല. ദെൻ അതുപോലെ static web pages directly run on the browser and do not require any server side application program. ജസ്റ്റ് ഒരു സെർവർ വേണമെന്നുള്ളൂ, അഡീഷണലി അവിടെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ സെർവറിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ദെൻ ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഈസിയാണ്, കാരണം ഇൻപുട്ട് മാറുന്നതനുസരിച്ച് വേറെ വേറെ രീതിയിലുള്ള ഔട്ട്പുട്ട് വരാനോ അല്ലെങ്കിൽ ഡാറ്റാബേസ് കണക്ടിവിറ്റിയോ കാര്യങ്ങളൊന്നും സ്റ്റാറ്റിക് വെബ് പേജിൽ ഇല്ല. ഇനി ഡൈനാമിക് വെബ് പേജ് ആണെന്നുണ്ടെങ്കിൽ ഓരോ തവണയും ഇതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. ദെൻ അവിടെ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനാമിക് വെബ് പേജ് റൺസ് ഓൺ ദ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് ഡിസ്പ്ലേസ് ദ റിസൾട്ട്. അവിടെ സെർവർ സൈഡിലുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാമും കൂടെ ഉപയോഗിച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ സ്കിൽസ് ആവശ്യമുണ്ട്.